കോട്ടയം ജില്ലയിൽ അപകട മരണനിരക്കിൽ വൻ വർധന എന്ന കണക്കുകൾ. 2023 270 പേരും 2024 264 പേരും വാഹനാപകടത്തിൽ മരിച്ചു. ഈ വർഷം 2 മാസത്തിനിടെ 42 പേർ മരിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ മുന്നറിയിപ്പ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 2 വർഷങ്ങളിലായിട്ട് റോഡ് ആക്സിഡന്റിൽ അപകട മരണങ്ങൾ ഒരുപാട് കൂടുതലാണ്. 2023 ഏകദേശം 270-ലധികം, 2024 അത് 264 ഈ വർഷം ഫെബ്രുവരി 28 വരെയുള്ള കണക്ക് പ്രകാരം 42 അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുജനങ്ങളിലേക്ക് ഒരു അവബോധം കൂടി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവും. ആൾക്കാർ കൂടുതൽ ജാഗരൂകരായിട്ട് വാഹനം ഓടിക്കുക, വാഹന നിയമങ്ങൾ പാലിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. 2023 നമ്മൾ 7000-ഓളം ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് കേസുകളാണ് ഡിറ്റക്ട് ചെയ്തത്. 2024 ആയപ്പോൾ നമ്മൾ നേരെ ഇരട്ടി 15,000-ഓളം ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് കേസുകൾ ഡിറ്റക്ട് ചെയ്തു. ഈ വർഷം അത് 2 മാസം കൊണ്ട് തന്നെ ഏതാണ്ട് 3700-ഓളം ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ടോബി ജോൺസണുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന്. ടോബി, ഈ അപകട കണക്കുകൾ അത് വർദ്ധിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ടോബി. ഉന്മേഷ്, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും കോട്ടയത്ത് ഒരു അപകടം നടന്ന് ഒരാൾ മരിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ട് കോട്ടയം ജില്ലയിൽ ഉണ്ടാവുകയാണ്. അതിന്റെ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായി ജില്ലാ പോലീസ് മേധാവി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 2023 270-ലധികം ആളുകളാണ് ഈ ബൈക്ക് അപകടത്തിൽ, വാഹനാപകടത്തിൽ മരിച്ചത്. അതോടൊപ്പം തന്നെ 2024 കണക്കുകൾ നോക്കുകയാണെങ്കിൽ 264 പേർ മരിച്ചു. ഒപ്പം തന്നെ ഈ വർഷം തുടങ്ങി ഇപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 28 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 42 പേർ മരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതിൽ ഈ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള 9 പേർ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഭയപ്പെടുത്തുന്ന കണക്ക്. എന്തായാലും ഇതിനുള്ളൊരു കാരണമായി പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നതുമാണ് ഇതിന് കാരണമായി ഈ ജില്ലാ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കേസുകളുടെ എണ്ണത്തിലും വലിയ വർധനവ് കോട്ടയത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് മേധാവി പറയുന്നത്. 2023 7000 കേസുകളാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെടുത്തതെങ്കിൽ അത് അടുത്ത വർഷം 2024 ആകുമ്പോൾ 15,000-ന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. 2025 ആകുമ്പോൾ ഈ 2 മാസം കൊണ്ട് അത് 3700-ആയി വർദ്ധിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വർധനവ് ആ കണക്കുകളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ദൃശ്യം കൂടി ഇപ്പോൾ ജില്ലാ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ദിലീഷ് പോത്തൻ അടക്കമുള്ളവർ അഭിനയിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലുള്ളൊരു ബോധവൽക്കരണത്തിലേക്ക് കൂടി ഇറങ്ങിയിരിക്കുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ എടുത്ത കേസുകളുടെ എണ്ണത്തിലും വർധനയുണ്ട്. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ആ വീഡിയോയിലേക്കാണ് ഇനി. ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ മാത്രം കണക്കാണ്. ഈ കണക്കുകളിൽ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് റോഡ് നിയമങ്ങൾ കർശനമായി പാലിക്കാം.